അങ്ങനെ ഇതാ കുറച്ച് ദിവസത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗ്യാപ്പിൻ്റെ കാരണം വേറൊന്നും ആയിരുന്നില്ല, നല്ല ഒന്നാം തരം പനിയായിരുന്നു. ആദ്യം 2 ദിവസം പനിച്ച് കിടന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരൊന്നൊന്നര ആഴ്ച പനിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരൊന്നൊന്നര കിടത്തായിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം മുക്തി നേടിയിട്ട് ഇപ്പോൾ അച്ഛനും മകളും രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അരകുറിശി അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവരിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ കയറിയിട്ടില്ല. കയ്യിലുള്ള പ്രസാദം അനിയന്മാരെ ഏൽപ്പിച്ചിട്ട് അച്ഛനും മകളും നേരെ ടൗണിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, തലേ ദിവസം അമ്മ വാങ്ങിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ മറന്നുപോയി. കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു, പക്ഷെ അതിലെ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ മറന്നുപോയി. അപ്പോൾ ആ മറന്ന കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് കേട്ടോ. അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിലയായിരുന്നു. അപ്പോൾ എന്തായാലും ഇലയുമായി എത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്കും അമ്മ ഇതാ കിച്ചണിലെ വർക്കുകളെല്ലാം കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ഇതാ ഈ രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പം തുറന്നു വെച്ചതാണേ, അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കുക ഇവിടെ കൊണ്ടുവന്ന് തുറന്നു വയ്ക്കുക അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനിയൻകുട്ടന്മാർ, അതായത് നമ്മുടെ മനിക്കുട്ടിയും മോൻകുട്ടനും, അവർ രണ്ടുപേരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ആ മുണ്ടും ഷർട്ടൊക്കെ ഉള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അകത്തേക്ക് കയറി വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ വീട്ടിലെ ആ ഒരു കുഞ്ഞു വിശേഷം എന്നല്ലേ. അതേ, നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. ഇനി ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് എന്നതാണ് സസ്പെൻസ്. എന്തായാലും സസ്പെൻസ് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്ക് മനിക്കുട്ടിയും മോൻകുട്ടനും കൂടെ കേക്കുമായിട്ട് നമ്മുടെ ടേബിളിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, അതെ നമ്മുടെ മനിക്കുട്ടിയുടെയും മോൻകുട്ടൻ്റെയും ബർത്ത്ഡേ അല്ല. അപ്പോൾ പിന്നെ ആരുടെ ബർത്ത്ഡേ ആണ്? യെസ്, നമ്മുടെ കേക്കിലുള്ള ആ നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക അല്ലേ. യെസ്, സ്വീറ്റ് 17. അതെ, നമ്മുടെ പൊന്നോസ് കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളുടെ ഒന്നാം പിറന്നാൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 2ാം പിറന്നാൾ മുതൽ ഇതുവരെയുള്ള പിറന്നാളും നമ്മുടേതായ രീതിയിൽ നമ്മൾ കുഞ്ഞു രീതിയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു കുഞ്ഞു രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. മുടക്കം വരുത്താറില്ല. നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുഞ്ഞു രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെലിബ്രേഷനായിട്ട് അച്ഛൻ പൊന്നുമോളെയും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ സെലിബ്രേഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ സന്തോഷപ്രകടനം അതിവിടെയും കുറവില്ല. അതായത് പുതിയ ഡ്രസ്സ്, കേക്ക്, ഒരു കുഞ്ഞു സദ്യ, ഇതെല്ലാം ഒരുക്കി തന്നതിന് അച്ഛനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ആയിട്ട് ഒരു സ്നേഹപ്രകടനം. അപ്പോൾ എന്തായാലും നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ പൊന്നൂസുകുട്ടിക്ക് ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൊടുക്കണം കേട്ടോ. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് പ്രതീക്ഷിക്കും. കാരണം നിങ്ങളിൽ നിന്നൊക്കെയാണല്ലോ ഞങ്ങൾക്ക് വിഷസൊക്കെ കിട്ടാനുള്ളൂ. അതിലപ്പുറം വിഷസൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല കേട്ടോ. പിന്നെ ആ കാര്യം അവിടെ കിടക്കട്ടെ, നമുക്കിങ്ങോട്ട് വരാം. അതായത് അച്ഛനും മകളും അമ്മയും കൂടെ നിന്ന് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനിയന്മാരില്ലാതെ അവിടെ ചേച്ചിക്ക് വേറെ ആഘോഷമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ അമ്മ അവിടെ നിന്ന് മാറിക്കൊടുത്തിട്ടുണ്ട്. അനിയന്മാരവിടെ ഓടിയെത്തിയിട്ടുണ്ട്. അച്ഛനും മക്കളും കൂടെ അവിടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ പൊന്നൂസുട്ടി അവിടെ പാട്ട് പാടിയിരുന്ന വേറൊന്നുമല്ല, നമ്മളവിടെ ഹാപ്പി ബർത്ത്ഡേ ഹരിഷ്മ എന്ന് പാടിയുന്ന ഒരു സോങ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ സ്വയം ഹാപ്പി ബർത്ത്ഡേ ഹരിഷ്മ എന്നതിന് പകരം ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന പാട്ടും പാടിയിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കോപ്രായങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ നമ്മുടെ പൊന്നൂസുട്ടിക്ക്. അങ്ങനെ എന്തായാലും ബർത്ത്ഡേ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ബർത്ത്ഡേ കേക്ക് കൊടുക്കുന്ന വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി. പക്ഷേ സാരമില്ല. എന്തായാലും ഇതിനിടയ്ക്ക് അച്ഛനും മക്കളും കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഡാൻസും പാട്ടും ഒക്കെയാണ് കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് അവിടെ സ്ഥാനമല്ല. അമ്മയ്ക്ക് സ്ഥാനം അപ്പോഴും കിച്ചണിലാണല്ലോ. ഈ സമയം കൊണ്ട് എന്തായാലും അമ്മ ടേബിളിൽ നമ്മുടെ കുഞ്ഞു പിറന്നാൾ സദ്യ മൊത്തം അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെയാണ്. അതായത് ഫുഡ് സെർവ് ചെയ്യണം. സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഹരിയേട്ടനാണ് ഫുഡ് സെർവ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ മക്കളെ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പൊന്നുസൂട്ടിയും അപ്പുറം ഇപ്പുറത്തുമായിട്ട് അനിയൻകുട്ടന്മാരും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് റെസിപ്പീസ് കേട്ടോ, അതായത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ്, അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം അവിയൽ, കാളൻ, അതൊന്നും പ്രതീക്ഷിക്കരുത് അല്ലേ. എൻ്റേതായിട്ടുള്ള ചില സ്പെഷ്യൽ റെസിപ്പീസാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് 2 കൂട്ടം പായസമൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ പൊന്നൂസുകുട്ടിക്കൊരു
പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഞാനല്ല, ഞാനും ഹരിയേട്ടനും. അപ്പോൾ സേമിയ പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അടപ്രഥമനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഹരിയേട്ടൻ കറികൾ ഓരോന്നായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പപ്പടം വെച്ചു, പഴം വെച്ചു, പരിപ്പ് വെച്ചു, അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ്. ഞാൻ ഓരോന്നിൻ്റെയും പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലില്ലേ ഉണ്ണി മധുരം എന്ന്, അത്തരം റെസിപ്പീസൊക്കെ ആയിരിക്കേ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് റെസിപ്പീസിൻ്റെ പേര് പറയണ്ട അല്ലേ. എന്തായാലും സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ആയിട്ട് നമ്മുടെ മക്കളതാ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഹരിയേട്ടൻ ചോറ് വിളമ്പി, അത് കഴിഞ്ഞതാ സാമ്പാറും വിളമ്പിയിട്ടുണ്ട്. കൂട്ടത്തിൽ 2 കൂട്ടം പായസവും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അച്ഛൻ്റെ ഊഴം കഴിഞ്ഞു. അത് നേരത്തെ കേക്ക്, അമ്മ കൊടുക്കുന്ന കേക്ക് വീഡിയോ നമ്മൾ ഇവിടെ വിട്ടുപോയതുപോലെ തന്നെ അച്ഛൻ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ബാലൻസ് ആയല്ലേ. ഓക്കെ, അങ്ങനെ എന്തായാലും അമ്മ വേഗം പോയിട്ട് അച്ഛൻ ഫുഡ് കൊടുത്തതിന് ശേഷം അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലതാ ഇനി അനിയന്മാർ ചേച്ചിക്കുട്ടിക്ക് പിറന്നാൾ സദ്യ വാരി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല വിശന്നിരിക്കുകയായിരിക്കും. നന്നായിട്ട് അനിയന്മാരും ചേച്ചിക്കുട്ടിയും കൂടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഈ സമയത്ത് ഞങ്ങൾക്കുണ്ട് വിശപ്പ്. ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഞങ്ങൾ അവിടെ വേഗം ഞങ്ങൾക്കുള്ള ഫുഡും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേഗം ഇവരുടെ കഴിക്കൽ കഴിയുന്നതോടൊപ്പം തന്നെ ഞങ്ങളും ഒപ്പം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞു സദ്യ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 തരം പായസവും പിന്നെ സ്പെഷ്യൽ റെസിപ്പീസും പപ്പടം, പഴം എല്ലാം, പുളിയിഞ്ചി, അച്ചാർ, പരിപ്പ് എന്ന് അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുഞ്ഞു സദ്യ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ ഞാനും ഹരിയേട്ടനും ഞങ്ങൾക്കുള്ള ഫുഡും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. പിന്നെ പതിവാണല്ലോ അല്ലേ. അതായത് നമ്മുടെ ഫുഡ് കഴിക്കുകയാണോ അതല്ലെങ്കിൽ എന്താണെന്നൊന്നുമില്ല, നമ്മളിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഹരിയൻ്റെയും മക്കളുടെയും ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. എൻ്റെ സൗണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരും വല്ലാതെ തളർന്നു പോകും എന്നുള്ളതാണ് കേട്ടോ. അതായത് പനിച്ച് കിടന്ന ആ ഒരു കുറച്ച് ദിവസങ്ങൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് പിറുവിറുക്കലും മറ്റൊന്നും അല്ലെന്നേ, ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട വെച്ചിട്ടാണ്. അതായത് സ്വയം പാചകം ചെയ്യുക, എന്നിട്ട് സ്വയം പൊക്കി പറയുക, വാവ് എന്തൊരു ടേസ്റ്റാണല്ലേ സാമ്പാർ, വാവ് എന്തൊരു ടേസ്റ്റ് ആ കറി, ഈ കറി എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഈ മുഖഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് നമ്മൾ ഈ പറയുന്നതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം വേറൊന്നുമല്ല, ഇത് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്, സ്വയം ഭക്ഷണം ഉണ്ടാക്കി സ്വയം പുകഴ്ത്തുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയിട്ടും ഈ മഹതി അവിടുന്ന് എണീറ്റിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, 2 കൂട്ടം പായസമാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് പെട്ടെന്നൊന്നും എണീക്കില്ല. എന്തായാലും അങ്ങനെ നമ്മുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ്, പൊന്നൂസിനുള്ള ബർത്ത്ഡേ വിഷസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിശേഷമായി കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.